നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ത്യൻ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ദ ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഓൺ ദ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ഇൻ ബംഗ്ലാദേശ് എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ ഒരുപക്ഷെ നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലും അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി പറഞ്ഞ ബംഗ്ലാദേശിൽ ഒരുപാട് സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ എംപ്ലോയ്മെന്റ് റിസർവേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു വാർത്തകളൊക്കെ അവിടെ നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ സ്റ്റുഡൻസ് ഈ പറഞ്ഞ കുട്ടികൾ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിലാണ്. കാരണം നമ്മുടെ ഒരു നെയ്ബർ കൺട്രിയാണ് ബംഗ്ലാദേശ്. തീർച്ചയായിട്ടും ഒരുപാടധികം ഇന്ത്യൻ സ്റ്റുഡൻസ് ഈ പറഞ്ഞ അവിടെ പോയി പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മെയിൻലി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യ പെർസ്പെക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഫോക്കസ് ഓൺ ഫീമെയിൽ എംപ്ലോയ്മെന്റ് ടു കൗണ്ടർ അൺഎംപ്ലോയ്മെന്റ് എന്നതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് മെയിൻലി പഠിക്കാനുള്ള ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ LFPR എന്ന ഷോർട്ടിൽ അറിയപ്പെടുന്നത് അഥവാ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, എസ്പെഷ്യലി ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിനെ കുറിച്ചാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ലെവൽ കുറയ്ക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് കുറച്ചുകൂടെ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസി റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലൂടെ ഡിസ്കഷൻ വരുന്നത്. മൂന്നാമത്തെ ടോപ്പിക് നിപ്പ വൈറസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ അറിഞ്ഞിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീണ്ടും കേരളത്തിൽ നിപ്പ വൈറസ് ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു കുട്ടി ഈ പറഞ്ഞ പോലെ 14 വയസ്സുള്ള ഒരു കുട്ടി മരണമടയുകയും ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ പശ്ചാത്തലത്തിൽ നിപ്പ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി വൈറസസ് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വരുന്നത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഈ 3 ടോപ്പിക്കിൽ നിന്നും പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് നമുക്ക് MCQ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാതെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് ആണ് ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണിത്. ബംഗ്ലാദേശ് ഗവൺമെന്റ് ജോബ്സ് കോട്ട സീൽഡ് ബാക്ക് ബൈ സുപ്രീം കോർട്ട് ആഫ്റ്റർ ഡെഡ്ലി അൺട്രസ്റ്റ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഈ ഇൻസിഡന്റ് എന്നുള്ളത് മനസ്സിലാക്കണം. എങ്കിലേ ഉള്ളൂ ഈ വാർത്ത നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തത വരികയുള്ളൂ. സോ അതിന് ബേസിക് ആയിട്ടുള്ള കാര്യം ഇവിടെയാണ് ഇരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടിയിട്ട് റിസർവേഷൻസും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ 1992 ഇന്ദിരാ സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും പൊളിറ്റിക്കൽ. ഈ ഒരു കേസ് ഇന്ദിരാ സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. ഈ റിസർവേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. ഈ റിസർവേഷൻ ആ ഒരു കേസിനകത്താണ് സുപ്രീം കോടതി പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ഈ പറഞ്ഞ റിസർവേഷൻസ് ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻസ് ഇറ്റ് ഷുഡ് നോട്ട് ക്രോസ് ബിയോണ്ട് 50%, 50% മുകളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇവിടെ മെറിറ്റിന്റെ ബേസിലും ബാക്കി 50% സീറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ കേസിന് സുപ്രീം കോടതി വെർഡിക്റ്റ് പറഞ്ഞത് 50% മുകളിലേക്ക് റിസർവേഷൻസ് പോകാൻ പാടില്ല. ഇതാണ് ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുവാണെങ്കിൽ. പക്ഷേ നിലവിൽ ബംഗ്ലാദേശിലെ കണ്ടീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജോലികളിലേക്കുള്ള ഗവൺമെന്റ് ജോബുകളിലേക്കുള്ള റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അറൌണ്ട് 56%. അതായത് ബാക്കി ഒരു 44% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെറിറ്റിന്റെ ബേസിൽ അവിടെ ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് 100 സീറ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ 56 സീറ്റിലേക്ക് ഈ പറഞ്ഞ പോലെ റിസർവേഷന്റെ പേരിലേക്ക് അപ്പോയിന്റ്മെന്റ് പോകും. ബാക്കി പോയിട്ട് 44 സീറ്റിലേക്കാണ് ഓപ്പൺ മെറിറ്റിന്റെ ബേസിലും സെലക്ഷൻസ് നടക്കുന്നത്. ഈ 56 തന്നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ കാറ്റഗറി 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഗിവൺ ടു ദോസ് ചിൽഡ്രൻസ് ഹു ആർ ദ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ചിൽഡ്രൻസ് ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആകാം. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ 30% ആയിട്ടുള്ള റിസർവേഷൻ കൊണ്ട് പോകുന്നത്. ടോട്ടൽ അവിടെ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന റിസർവേഷൻ 56%. അതിൽ തന്നെ 30% പോയിരുന്നത് ദോസ് കാൻഡിഡേറ്റ്സ് ഹു ആർ ദ ചിൽഡ്രൻ ഓർ ഗ്രാൻഡ് ചിൽഡ്രൻസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്. 1971 ആ ഒരു ബംഗ്ലാദേശ് ഫ്രീഡം ഫൈറ്റ് മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കോ ഗ്രാൻഡ് ചിൽഡ്രൻസിനോ അവർക്ക് കൊടുക്കുന്നതാണ് ഈ 30% ആയിട്ടുള്ള റിസർവേഷൻ. ബാക്കി പറഞ്ഞ പോലെ 16% ഈ പറഞ്ഞ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് റിസർവേഷൻ ഉണ്ട്. പിന്നെ 5% അവിടുത്തെ ട്രൈബൽ വിഭാഗത്തിൽ വിടുന്ന ആളുകൾക്ക് റിസർവേഷൻസ് ഉണ്ട്. അങ്ങനെ പോയിട്ടാണ് ബാക്കി 16%, ബാക്കി ഒരു 26% കൂടെ വെച്ചിട്ട് ടോട്ടൽ 56% ആണ് ബംഗ്ലാദേശിലെ റിസർവേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ 30% കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ചോദ്യങ്ങളൊന്നും, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ 30% റിസർവേഷൻ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള. പക്ഷെ ഇത് പലപ്പോഴും അവൈൽ ചെയ്യുന്ന ആളുകൾ ആ ഒരു എന്താ പറയാ ആ ഒരു കാറ്റഗറി വരുന്ന ആളുകളല്ല. ഈ 30% അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ചിൽഡ്രൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രൻസോ ആയിട്ടുള്ള കുട്ടികളല്ല. അപ്പൊ വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ അനർഹരെ മീൻസ് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഈ 30% കോട്ടയ്ക്കകത്ത് കയറുന്നുണ്ടായിരുന്നു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ 30% മാത്രമല്ല, ഈ റിമൈൻഡർ ആയിട്ടുള്ള 26% കോട്ടയ്ക്കകത്ത് ഒരുപാടധികം ഇന്നെലിജിബിൾ
ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ ജോലിയിൽ പ്രവേശിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ 2017 കാലഘട്ടത്തിൽ വലിയൊരു റിഫോം സംഭവിക്കുകയാണ് ബംഗ്ലാദേശിൽ. ആ റിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ തീരുമാനം എടുക്കുന്നു, ഇനി മുതൽ ഈ 30% കോട്ട വേണ്ട. ഈ 30% മീൻസ് ഈ പറഞ്ഞ ഒരുപാടധികം ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങോട്ടേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ തീരുമാനിക്കുന്നു, ഇനി മുതൽ ഇങ്ങനെയുള്ള 30% കോട്ട നടപ്പാക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ നടപ്പാക്കണ്ട തീരുമാനിക്കും. നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ രീതിയിൽ ഇത്ര നാളും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻസ് ഈ പറഞ്ഞ പോലെ കിട്ടാതിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ബഹളം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി 30% വേണ്ട എന്ന തീരുമാനം വെച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് എങ്ങോട്ടേക്ക് കിടക്കും, ഈ റിമൈൻഡർ ആയിട്ടുള്ള 26%ലേക്ക് കൂടെ പതുക്കെ കടക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ അവിടെ റിസർവേഷൻസ് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോകാൻ തുടങ്ങി. എന്തായാലും 2017 കാലഘട്ടത്തിലാണ് തീരുമാനം ഉണ്ടാകുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 2018 അവിടുത്തെ ഹൈക്കോടതി, ബംഗ്ലാദേശിലെ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. ഈ കേസ് പരിശോധിച്ച ഹൈക്കോടതി എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ തീരുമാനം മീൻസ് ആ കോട്ട നിർത്തലാക്കാനായിട്ടുള്ള തീരുമാനം സ്ക്വാഷ് ചെയ്ത് കളഞ്ഞു. മീൻസ് അത് എടുത്തു മാറ്റി കളഞ്ഞു. അത് പണ്ടത്തെ പോലെ തന്നെ റിസർവേഷൻസ് അവിടെ പുനഃസ്ഥാപിക്കണം എന്നുള്ള രീതിയിലേക്ക് കോടതി, ബംഗ്ലാദേശിലെ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. പക്ഷെ ഈ പ്രഖ്യാപിച്ച വിധി ബേസിക്കലി ഒരു വിഭാഗം കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം നോർമലി പറയുവാണെങ്കിൽ ഈ ഒരു റിസർവേഷൻസ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ നടപ്പാക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു വിഭാഗം ആളുകൾക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, മീൻസ് അവിടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഗവൺമെന്റ് ഇടപെട്ട ആ കോട്ട എടുത്തു മാറ്റി കളഞ്ഞു. പക്ഷെ ഗവൺമെന്റ് നിലപാട് ആര് തള്ളിക്കളഞ്ഞു? അന്നത്തെ ആ 2018 ബംഗ്ലാദേശിലെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ അതിനെ എതിർക്കാൻ തുടങ്ങി. എതിർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഈ പറഞ്ഞ പോലെ അങ്ങനെ തള്ളി മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് മീൻസ് അവിടെ ജുഡീഷ്യറിക്കെതിരായിട്ട് കുട്ടികൾ രംഗത്തേക്ക് വരികയും പതുക്കെ പതുക്കെ തെരുവിലേക്ക് കുട്ടികൾ ഇറങ്ങുന്ന നിലപാടൊക്കെ കണ്ടു തുടങ്ങി. ഇത് പിന്നീട് ഒരു ആളിക്കത്താൻ തുടങ്ങിയത്, ഒരു ഫയർ പോലെ ഒരു ആളിക്കത്താൻ തുടങ്ങിയത് ഇങ്ങനെ തെരുവിൽ ഇറങ്ങി കുട്ടികൾ യുദ്ധം നടത്തി, മീൻസ് ഒരു യുദ്ധ സമാനമായ രീതിയിൽ പ്രൊട്ടസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഈ പറഞ്ഞ പോലെ മീൻസ് കുറച്ച് വർഷങ്ങളില്ല, ഇപ്പോഴത്തെ ഇൻസിഡന്റ് കുറച്ച് നാളുകൾ മുമ്പാണ് ഇൻസിഡന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2018 തൊട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങിയത്. ഇടയ്ക്ക് കോവിഡിന്റെ സമയത്ത് ഇച്ചിരി താന്നുപോയി, വീണ്ടും ഇത് പൊങ്ങി വന്നതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ റീസെന്റ് അവിടുത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ബംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഈ പറഞ്ഞ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന കുട്ടികളെ റസാക്കേഴ്സ് എന്നുള്ള ഉപമിച്ചു. ഓക്കെ, റസാക്കേഴ്സിനോട് ഉപമിച്ചു. ആരാണ് റസാക്കേഴ്സ് എന്നുള്ളത് നമ്മൾ ഈ സ്ലൈഡിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. റസാക്കേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക് പണ്ട് 1970s പീരീഡിലൊക്കെ തന്നെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പാകിസ്ഥാൻ റൂൾഡ് ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാൻ ഒക്കെ ആയിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ പാകിസ്ഥാൻ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ മിലിറ്ററിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഈ റസാക്കേഴ്സ്. അതായത് ബംഗ്ലാദേശ് ലിബറലേഷനിലേക്ക് പോകാതിരിക്കാനായിട്ട്, സ്വാതന്ത്ര്യം കിട്ടാതിരിക്കാനായിട്ട് പാകിസ്ഥാൻ ആർമിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച ഒരു വിഭാഗം വോളണ്ടിയേഴ്സിനെയാണ് ഈ റസാക്കേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പൊ ഈ തെരുവിൽ മീൻസ് ഇപ്പൊ അവിടെ പ്രതിഷേധിക്കുന്ന കുട്ടികളെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരോട് ഉപമിച്ചു? റസാക്കേഴ്സിനോട് ഉപമിച്ചു. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പ്രൈം മിനിസ്റ്റർ അവിടെ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മീൻസ് റിസൈൻ ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അവിടെ പ്രൊട്ടസ്റ്റുകൾ നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റ് കോട്ടയുമായിട്ട് ചൊല്ലിക്കൊണ്ടുവന്ന ആ ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് അവിടുത്തെ ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ രാജിവെക്കണം എന്ന് പറഞ്ഞുള്ള നിലയിലേക്കാണ് ഇപ്പോൾ അവിടെ പ്രൊട്ടസ്റ്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഏകദേശം പറയുവാണെങ്കിൽ 130ഓളം കുട്ടികളാണ് ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത 130ഓളം ആളുകളാണ് അവിടെ മരണമടയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പൊ വലിയൊരു ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം നിങ്ങൾ വാർത്ത കേട്ടത്, ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ അവിടെ പഠിക്കാൻ പോയ കുറെ കുട്ടികളൊക്കെ ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർമി അവിടെ കൺട്രോൾ ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ പല രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇതിന്റെ കണ്ടീഷൻ എന്തുകൊണ്ട് അവിടെ ഈ സിറ്റുവേഷൻ വന്നു എന്നുള്ളതാണ് മെയിൻലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി ഈ റിസർവേഷനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റിയില്ല. പകരം റിസർവേഷൻ വെറും 7% ചുരുക്കി. നേരത്തെ 56% ഉണ്ടായ റിസർവേഷൻ ഇപ്പോൾ സുപ്രീം കോടതി അവിടെ ഇടപെട്ട് 7% കുറച്ചു. ആ 7%-നകത്ത് ഇപ്പോൾ 5% കിട്ടുന്നത് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കുട്ടികൾക്കോ ഗ്രാൻഡ് ചൈൽഡ്സിനോ കിട്ടും. അതായത് നേരത്തെ അവർക്ക് 30% കിട്ടിക്കൊണ്ടിരുന്നതാണ്, അതിപ്പം കുറച്ച് 5%. പിന്നെ ബാക്കിയുള്ള മറ്റ് ഈ പറഞ്ഞ പോലെ റിസർവേഷൻസ്, എത്നിക് മൈനോറിറ്റീസ്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, ഇതെല്ലാം കൂടെ 2%-ലേക്ക് ഒതുക്കി. ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ ടോട്ടൽ അവിടുത്തെ 7% ആക്കി മാറ്റി. ബാക്കി പറഞ്ഞ പോലെ 93% മെറിറ്റിന്റെ ബേസിലുള്ള അപ്പോയിന്റ്മെന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ പക്ഷേ ആ ഒരു ഓർഡർ, സുപ്രീം കോടതിയുടെ ആ ഒരു ഓർഡറും അവിടെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ദാറ്റ് ബംഗ്ലാദേശ് ഗവൺമെന്റ് ജോബ്സ് കോട്ട സ്കെയിൽഡ് ബാക്ക് ബൈ സുപ്രീം കോർട്ട് ആഫ്റ്റർ ഡെഡ്ലി അൺട്രസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോയിന്റ് വന്നിരിക്കുന്നു. സോ ഇനി ഇതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ സ്ലൈഡുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ തെരുവിൽ നിന്ന് പ്രതിഷേധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒപ്പോസിഷൻ ടു കോട്ട സിസ്റ്റത്തിലേക്ക് ഒപ്പോസിഷൻ ആണ്. അതിനകത്ത് തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 30%-ന്റെ ആ ഒരു റിസർവേഷൻ ആണ് ഇവരെ മെയിൻലി പ്രൊട്ടസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ റിവേഴ്സൽ ഓഫ് കോട്ട, അതായത് വൺസ് അവിടുത്തെ ഗവൺമെന്റ് എടുത്തു മാറ്റാൻ തീരുമാനിച്ച ആ നിലപാട് അവിടുത്തെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇടപെട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. ഇതും ഈ പറഞ്ഞ പോലെ കുട്ടികളെ പ്രതിഷേധിക്കാനായിട്ട് ഇടയാക്കിയ കാര്യങ്ങളാണ്. ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള
ഈ ഒരു മറ്റൊരു കാര്യമാണ് പ്രൊട്ടസ്റ്റ് വയലന്റ് ആകാൻ കാരണം ഈ റസാഖ് കേസിനോട് ഉപമിച്ച ഷെയ്ഖ് ഹസീനയുടെ റസാഖ് കേസിനോട് ഉപമാനമാണ് ഈ പറഞ്ഞ പോലെ ഇത് ഇത്രമാത്രം വയലന്റ് ആക്കാനായിട്ട് ഇടയാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ഈ ഒരു ഇത് കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഇത് ആ ഒരു 1971-ലെ ബംഗ്ലാദേശ് ലിബറേഷൻ ആ ഒരു ഫ്രീഡം മൂവ്മെന്റിൽ പങ്കെടുത്ത ഫ്രീഡം ഫൈറ്റേഴ്സിനോടുള്ള ആദരവ് പോലെ ഒക്കെയാണ് ആ ടൈമിൽ ഇത് കൊടുത്തു തുടങ്ങിയത്, ഈ റിസർവേഷൻ കൊടുത്തു തുടങ്ങിയെന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാച്ചേക്കും. ഇത് ഡയറക്ട്ലി ഇന്ത്യയിൽ നടന്നൊരു സംഭവമല്ല, നമ്മുടെ നെയ്ബറിംഗ് കൺട്രിയിൽ നടന്നൊരു കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതൊരു ആർട്ടിക്കിൾ ആയിട്ട് ഇരിക്കുന്നു. എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ടോപ്പിക്കാണ്. സോ എഡിറ്റോറിയൽ പേജിനകത്ത് പറയുന്ന ടോപ്പിക് ഫോക്കസ് ഓൺ ഫീമെയിൽ എംപ്ലോയ്മെന്റ് ടു കൗണ്ടർ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് തന്നെ നമ്മൾ കീവേഡ് നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ എംപ്ലോയ്മെന്റ് തന്നിട്ടുണ്ട്, പിന്നെ അൺഎംപ്ലോയ്മെന്റും ഉണ്ട്. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലായ്മ എന്നുള്ള അവസ്ഥയെ നമ്മൾ മലയാളത്തിൽ പറയുകയാണ്. പക്ഷേ ജോലി ഇല്ലാത്ത ഏതൊരു അവസ്ഥയെ നമ്മൾ അൺഎംപ്ലോയ്മെന്റ് പറയാൻ പറ്റും? ഇല്ല. ഒരു വ്യക്തിയെ നമുക്ക് അൺഎംപ്ലോയിഡ് എന്ന് വിളിക്കണമെങ്കിലും ഹി ഓർ ഷീ ഷുഡ് ബി ഫിസിക്കലി ആൻഡ് മെന്റലി ക്വാളിഫൈഡ് ആയിരിക്കണം. ഫിസിക്കലി മെന്റലി ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ ഒരു ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഫിസിക്കലിയും മെന്റലിയും ക്വാളിഫൈഡ് ആണ്, എന്നിട്ട് നമുക്ക് എല്ലാവിധ ക്വാളിഫിക്കേഷൻസും ഉണ്ട്. എന്നിട്ട് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ആക്റ്റീവ്ലി സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടാത്തൊരു സമയത്ത് മാത്രമേ നമ്മൾ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? അൺഎംപ്ലോയിഡ് എന്ന് വിളിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഫിസിക്കലിയും മെന്റലിയും ക്വാളിഫൈഡ് ആണ്, ബട്ട് ഇഫ് യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ്, നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറല്ല എങ്കിൽ നമ്മൾ എങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല? അൺഎംപ്ലോയിഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ട് ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിലാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? അൺഎംപ്ലോയിഡ് എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയും കാര്യങ്ങളൊക്കെ പറഞ്ഞ റിപ്പോർട്ടാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ഇത് പീരിയോഡിക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നാണ് ഇതിനറിയാം. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ആനുവലി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകളൊക്കെയാണ്. റീസെന്റ് കുറച്ച് മാസം മുമ്പാണ് റീസെന്റ് ഡേറ്റ 2023 ഡേറ്റ പബ്ലിഷ് ചെയ്ത് 2024 ഡേറ്റ അധികം വൈകാതെ പബ്ലിഷ് ചെയ്യപ്പെടും. അപ്പൊ ഇതിനകത്ത് ലേബർ ഫോഴ്സ് പാർട്ടി റേറ്റിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ലേബർ ഫോഴ്സ് എന്നുള്ള കാര്യം. ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിലവിൽ ഈ പറഞ്ഞ ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആളുകളും അതുപോലെ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ ലേബർ ഫോഴ്സ് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് ആകാം, അല്ലെങ്കിൽ സീക്കിംഗ് ഓർ അവൈലബിൾ ഫോർ എ വർക്ക് എന്നുള്ള കാറ്റഗറിയാണ് ലേബർ ഫോഴ്സ്. പൊതുവിൽ പറയുകയാണെങ്കിൽ 15 മുതൽ ഒരു 60 വയസ്സ് വരെയൊക്കെയാണ് പലപ്പോഴും ഇതിന്റെ ഏജ് കാറ്റഗറി ഒക്കെ ആയിട്ട് കണക്കാക്കാറുള്ളത്. ഓക്കെ, സോ എനിവേ ഈ ലേബർ ഫോഴ്സിനകത്ത് ടോട്ടൽ പോപ്പുലേഷനകത്ത് എത്ര ആളുകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ഇറ്റ് ഇസ് defined as a percentage of persons in labor force that is working or seeking or available for work in the പോപ്പുലേഷൻ. അതായത് ഈ ലേബർ ഫോഴ്സ് എന്നുള്ള കാറ്റഗറി ഏജില് മൊത്തം ഈ ഇപ്പം നിലവിൽ ഇപ്പം ലേബർ ഫോഴ്സ് കാറ്റഗറി ഏജ് 15 തൊട്ട് 60 അല്ലേ? ഈ പ്രായത്തിൽ ഇന്ത്യയിൽ ഏകദേശം 100 കോടി ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 100 കോടി ആളുകൾ ഈ പ്രായത്തിലുണ്ട്. അതില് നിലവിൽ വർക്കിങ്ങോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് 60 കോടി ആളുകളെ ഉള്ളൂ എങ്കിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 60/100 into 100 which is 60% എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കാൻ സാധിക്കും. അതേ സ്ഥാനത്ത് ഇപ്പം 40 കോടി ജനങ്ങളാണ് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെർച്ചിങ് ഫോർ ജോബ് ഉള്ളെങ്കിൽ 40 ടോട്ടൽ ഈ കാറ്റഗറിയിലെ ആളുകളുടെ എണ്ണം 100 into 100 എടുക്കുമ്പോഴേക്കും 40% എന്ന് നമുക്ക് ബേസിൽ കിട്ടും. ഇതാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളോട് പറഞ്ഞു നൽകുന്ന റിപ്പോർട്ടിന്റെ പേരാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട്. ഇത് റിലീസ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. 2017-18 തൊട്ടാണ് ഇത് റിലീസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ആനുവലി ഇത് റിലീസ് ചെയ്യാറുണ്ട്. സോ ഇതിൽ തന്നെ നമ്മൾ ഫീമെയിൽ എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയിരിക്കുക ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിനകത്ത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡ്സ് അറൌണ്ട് 32.8%. 32.8% മാത്രമാണ് നമ്മുടെ രാജ്യത്തെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ബാക്കി ഏകദേശം 67% ആളുകളും ഇവിടെയുള്ള സ്ത്രീകളിൽ ബാക്കി 67% സ്ത്രീകളും ജോലി മീൻസ് ഈ ലേബർ ഫോഴ്സിന്റെ ഭാഗമല്ല. അത് വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. ആ ഗ്യാപ്പ് നികത്തിക്കൽ മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ എംപ്ലോയ്മെന്റ് ലെവൽ നമുക്ക് ഉയർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പുരുഷന്മാരുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് പറയുവാണെങ്കിൽ സ്റ്റാൻഡ് സംവെയർ അറൌണ്ട് 72% ഉണ്ട്. അതേ സാഹചര്യത്തിലാണ് സ്ത്രീകളുടെ കാര്യത്തിൽ ലേബർ ഫോഴ്സ് എവിടെയാണ് നിൽക്കുന്നത്? 32.8% മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ മീൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിലും ഇതിൽ അൺഎംപ്ലോയിഡ് ആയിട്ട് മീൻസ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഈ പറഞ്ഞ കിട്ടാതെ മീൻസ് ലേബർ ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ വർക്കിംഗ് ഉണ്ട്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന അൺഎംപ്ലോയിഡ് കാറ്റഗറി ഉള്ള 1.1% ആണ് സ്ത്രീകളുള്ളത്. കാഷ്വൽ ലേബർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് ആയിട്ട് വെച്ച് ഡെയിലി വേജസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് 6.8% ആൾക്കാർ. റെഗുലർ ഓർ സാലറി എംപ്ലോയീസ് ആയിട്ട് എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? 5.3% മാത്രമേ ഉള്ളൂ. സെൽഫ് എംപ്ലോയിഡ് ആയുള്ള സ്ത്രീകളായിട്ട് എത്ര പേരുണ്ട്? 19.7% ആളുകളുണ്ട്. അപ്പൊ ഇത്രയാണ് 32.8% സ്ത്രീകളെ ഉള്ളൂ എന്നുള്ളത് വളരെ ഒരു ലോവസ്റ്റ് നമ്പറാണ്. കാരണം ഗ്ലോബൽ ലെവലിൽ നമ്മൾ പരിശോധിക്കുക
നോക്കുമ്പോഴത്തേക്കും ഗ്ലോബൽ ലെവലിൽ ഈ ഒരു വുമൺ പാർട്ടിസിപ്പേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 52%. അപ്രോക്സിമേറ്റ്ലി 52% ഗ്ലോബൽ ലെവലിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് റേറ്റ് ഉണ്ട്. അവിടെയാണ് ഇന്ത്യയുടെ ലെവലിൽ എത്ര മാത്രമേ ഉള്ളൂ? 32.8% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എടുത്ത് പറയേണ്ടത്. ഈ ലേബർ ഫോഴ്സിന് ഔട്ട്സൈഡ് ഉള്ള എത്ര പേരാണ്? 67.2% സ്ത്രീകൾ ഇതിന് പുറത്തുണ്ട്. ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കാരണം ഇവർ ലേബർ ഫോഴ്സിന് ഭാഗമാകാതിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്, മീൻസ് വീട്ടുജോലികൾ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് അംഗങ്ങളെ ശുശ്രൂഷിക്കുക. ആ ഒരു കടമ്പ മീൻസ് ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. പാട്രിയാർക്കിക്കൽ സൊസൈറ്റി എന്നുള്ള ഒരു പ്രശ്നമാണ് അവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. 34.7% ആളുകൾക്ക് അതുകൊണ്ട് ജോലിയുടെ ഭാഗമാകാനായിട്ട് ലേബർ ഫോഴ്സിന്റെ ഭാഗമാകാൻ സാധിക്കുന്നില്ല. ഇനി അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് ഡ്യൂട്ടീസിന്റെ ഭാഗം അത് നോക്കേണ്ടതുണ്ട്. പിന്നെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ മീൻസ് അവർക്ക് വേണ്ടുന്ന സ്യൂവിങ് ആക്ടിവിറ്റീസ്, ടൈലറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്തിരുന്ന 14% ആളുകളുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ടും ജോലിക്ക് ഈ പറഞ്ഞ പോലെ പോകാൻ പറ്റാതിരിക്കുന്ന 11.3% ആളുകളുണ്ട്. അത് വലിയൊരു നമ്പർ തന്നെയാണ്. അത്രയും പേർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അവർക്ക് ജോലിക്ക് പോകുന്നില്ല. ഇനി രണ്ടാമതായിട്ട് ഈ പറഞ്ഞ പോലെ മറ്റ് ഈ പറഞ്ഞ പോലെ റെസിപ്പൻസ് അല്ലെങ്കിൽ റെമിറ്റൻസുകളൊക്കെ തന്നെ കിട്ടുന്ന കാരണം ജോലിക്ക് മീൻസ് പോവാതെ റിട്ടയർമെന്റ് ഏജ് ആയിട്ട് നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ 4.9% സ്ത്രീകളുണ്ട്. നോട്ട് ഏബിൾ ടു വർക്ക് ഓവിംഗ് ടു ഡിസേബിലിറ്റി മൂലം വർക്കിന് പോകാൻ പറ്റുന്ന 0.9% സ്ത്രീകൾ. പിന്നെ മറ്റ് പല ആക്ടിവിറ്റീസ് മൂലം ഈ പറഞ്ഞ പോലെ ഇതാകത്തിരിക്കുന്നത് 1.2% ആളുകളുണ്ട്. പക്ഷേ ഇതൊരു വലിയ നമ്പർ തന്നെയാണ്. ഇത് കുറച്ച് ഇപ്പുറത്തെ ഈ 32.8 എന്നുള്ളത് നമുക്ക് കൂട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓവറോൾ എംപ്ലോയ്മെന്റ് ലെവൽ ഇന്ത്യയിൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ വന്നെങ്കിലുള്ള നമ്മുടെ ഹൗസ് ഹോൾഡ് ഇൻകം കൂട്ടിയെടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇവിടെ മെയിൻ റീസൺസ് ആയിട്ട് ഇപ്പം ഫീമെയിൽ ലേബർ ഫോഴ്സിന്റെ റേറ്റുകൾ നമ്മൾ പറഞ്ഞു 32.8% മാത്രമാണുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017-18 ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 23.3% മാത്രമാണ്. അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 9.5% ഒരു വർധനവ് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അത് സ്റ്റിൽ ഒരു വലിയ നമ്പർ തന്നെയല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റിൽ അത് വളരെ കുറവ് തന്നെയാണ്. അത് ഇംപ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി പറഞ്ഞ പോലെ ഇത് റൂറലും അർബനുമായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ടോട്ടൽ ആണ് 32.8% ഫീമെയിൽ ലേബർ ഫോഴ്സ്. അത് റൂറലിലേക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുവാണെങ്കിൽ റൂറൽ ഏരിയയിൽ അത് 24.6% ആണ്. 24% സോറി റൂറൽ ഏരിയ 36.6% ആണ് കമ്പയർഡ് ടു 24.6% ഇൻ 2017-18 24.6 എന്നുള്ളായിരുന്നു. ഇപ്പൊ റൂറൽ ഏരിയ 36.6%. അർബൻ ഏരിയയിലെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ്സ് ഓൺലി അറൌണ്ട് 23.8% കമ്പയർഡ് ടു 20.4% in 2017-18. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു വർധനവ് നമുക്ക് കൊണ്ടുവരേണ്ടത്. കാരണം അർബൻ ഏരിയാസിന് കാരണം ഈ മേഖലയിൽ കൂടുതൽ സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് കൂടാൻ കാരണം ഈ പറഞ്ഞ ഒന്നെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഈ പറഞ്ഞ സ്വയം തൊഴിൽ സംഘങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഏരിയയിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് അവിടെ ജോലി കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ റേഞ്ച് കൂടി നിൽക്കുന്നത്. എന്നാൽ അർബൻ ഏരിയാസിൽ കൂടുതൽ സർവീസ് സെക്ടർ ആയിരിക്കും അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഈ ജെൻഡർ വൈസ് ഡിസ്ക്രിമിനേഷൻ ഉള്ള കാരണം കൂടുതലും ആളുകൾ തൊഴിലെടുക്കുന്ന ആരെയായിരിക്കും? പുരുഷന്മാരെയായിരിക്കും. ഫിസിക് എന്നുള്ളൊരു കൺസെപ്റ്റ് എടുത്തിട്ട് പുരുഷന്മാരെ ജോലിക്ക് എടുക്കുകയുള്ളൂ. സർവീസ് സെക്ടറിലാണെങ്കിലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി സർവീസ് സെക്ടറിലുണ്ട്. IT മേഖലകളിലൊക്കെ തന്നെ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വീട്ടിലിരുന്നാണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഹാർനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അർബൻ മേഖലയിൽ ഈ പറഞ്ഞ പോലെ റേറ്റ് നമുക്ക് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ബെറ്റർ ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ എംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നത് വെച്ചാൽ മെയിൻലി പറയുവാണെങ്കിൽ ജോബിന്റെ ലൊക്കേഷൻ. ജോബ് ലൊക്കേഷൻ വളരെ ഒരു പ്രശ്നമാണ്. പിന്നെ രണ്ടാമതായിട്ട് പറയുവാണെങ്കിൽ തൊഴിലിടങ്ങളിൽ അവർ നേരിടുന്ന ഇൻസെക്യൂരിറ്റീസ്. അപ്പൊ ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഈ 67% സ്ത്രീകൾ മടിക്കുന്നത്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറെ കൂടി ഇവരുടെ എന്ത് ചെയ്യാൻ സാധിക്കും? എംപ്ലോയ്മെന്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ലെവൽ കുറയ്ക്കാനായിട്ടൊക്കെ തന്നെ സാധിക്കുന്നതാണ്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ റീസൺസ് ആയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. റീസൺസ് ആയിട്ട് മെയിൻലി പറയുന്നത് പീരിയോഡിക് ലേബർ ഫോഴ്സ് റിപ്പോർട്ടിനകത്ത് തന്നെയുള്ള റീസൺസ് ആണ്. ചൈൽഡ് കെയർ, പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ്, ഹോം മേക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ 44.5% സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം. പിന്നെ വാണ്ട് ടു കണ്ടിന്യൂ സ്റ്റഡി ആ റേഞ്ചിൽ 33.6% ആളുകളുണ്ട്. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം മൂലം 9.3% ആളുകൾക്ക് ലേബർ ഫോഴ്സിന് ഭാഗമാകാൻ സാധിക്കുന്നില്ല. പിന്നെ സോഷ്യൽ റീസൺസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് ഇല്ലായ്മ മൂലം ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഫിനാൻഷ്യലി വെൽ ഓഫ് ആണ്, അതുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്ന് കരുതുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വർക്ക് ലൊക്കേഷൻ മൂലം ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്നത്. ഇങ്ങനെയുള്ള പലവിധ റീസൺസ് ആണുള്ളത്. ഇതിനെ ഗവൺമെന്റ് പോളിസീസിലൂടെ നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ 32.7 എന്നുള്ളത് നമുക്ക് ഉയർത്തി പതിയെ ഗ്ലോബൽ ആവറേജ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എത്തിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഓവറോൾ എംപ്ലോയ്മെന്റ് ലെവൽ ആണെങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ഈ പറഞ്ഞ നിപ്പ വൈറസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 14-year-old കേരള ബോയ് ഡൈസ് ഓഫ് നിപ്പ ഇൻഫെക്ഷൻ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പെർസ്പെക്റ്റീവിൽ പഠിക്കുന്ന കാരണം സയൻസിന്റെ പെർസ്പെക്റ്റീവിൽ ആ നിപ്പ വൈറസിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ നിപ്പ വൈറസ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ വാർത്തയിലേക്ക് കണ്ടു കാണുമായിരിക്കും. നിപ്പ വൈറസ് എന്ന് പറയുന്നത് സൂനോട്ടിക് വൈറസ് ആണ്.
എന്താണ് ഒരു സൂനോട്ടിക് വൈറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെ വിളിക്കുന്ന പേരാണ് സൂനോട്ടിക് ഡിസീസസ് ദാറ്റ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ്. അപ്പൊ ഈ നിപ്പ വൈറസിന്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. മോസ്റ്റ്ലി പറഞ്ഞ പോലെ ബാറ്റ്സ്, ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആണ് ഇതിന്റെ സ്പ്രെഡിങ് ഏജൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അവരിൽ നിന്നും പിഗുകളിലേക്കും അവിടെ നിന്നും ഹ്യൂമൻസിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഹ്യൂമൻസ് ക്യാൻ കോൺടാക്ട് വിത്ത് ദിസ് വൈറസ് ത്രൂ ഡയറക്ട് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ആനിമൽസ് ലൈക്ക് ബാറ്റ്സ്, പിഗ്സ് ആൻഡ് ഇറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡുകൾ. അപ്പൊ കേരളത്തിലൊക്കെ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ കൺട്രികളിൽ കൂടുതലും കാണപ്പെടുന്ന ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റുകൾ, മീൻസ് ഈ പഴം കഴിക്കുന്ന വവ്വാലുണ്ടല്ലോ, അവയിൽ നിന്നും അവർ ഈ പറഞ്ഞ പോലെ കഴിച്ച് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അവയുടെ അവശിഷ്ടം പറ്റിയിട്ടുള്ള ഫ്രൂട്ടുകളും മനുഷ്യർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലൊക്കെയാണ് നമ്മുടെ നാടുകളിൽ പൊതുവായിട്ട് ഈ നിപ്പ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് കാണപ്പെടുന്നത്. സോ ഇറ്റ് ക്യാൻ ഓൾസോ സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യും. തുടക്കം ഇത് ആനിമൽസ് നിന്ന് ഹ്യൂമൻസിലേക്ക് ആയിരിക്കും, പിന്നെ അവിടുന്ന് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനും ഇതിന് പോസിബിൾ ആണ്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കോമൺ ഫീവർ, പ്രോബ്ലം റിലേറ്റഡ് ടു റെസ്പിറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് കാണപ്പെടാറുള്ളത്. ഇത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സൗത്തും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കാണ്. പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രസന്റ്ലി ദർ ഇസ് നോ വാക്സിൻ അവൈലബിൾ ഫോർ ദിസ് വൈറസ്. ഈ വൈറസിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഒരു വാക്സിൻ അവൈലബിൾ അല്ല. അതാണ് ഇതിനെ ഇത്രയും കൂടുതൽ ഡെഡ്ലിയിലാക്കി മാറ്റുന്നത്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മരണം കൂടുതൽ സംഭവിക്കണം. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള വാക്സിനോ കാര്യങ്ങളോ വളരെ കുറവാണ്. ഓക്കെ, സോ ദെൻ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലേഷ്യയിലാണ്. മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെയാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിന്നീട് ഇതിങ്ങനെ ഓരോരോ രാജ്യങ്ങളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 2001 വെസ്റ്റ് ബംഗാൾ സിലിഗുരിയിലാണ് ആദ്യമായിട്ട് ഇത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ ഇന്ത്യയിൽ പിന്നീട് ഇത് സംഭവിച്ച 2007 ഇതിന് ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഔട്ട് ബ്രേക്ക് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിൽ. ഇതിന് മുമ്പും ഒന്ന് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇത് കേരളത്തിൽ ഇപ്പോൾ ഔട്ട് ബ്രേക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ. സയൻസ് ആൻഡ് ടെക്നോളജി പ്രിലിംസ് ഓറിയന്റഡ് ആർട്ടിക്കിൾ ആണ്. ഇംഗ്ലീഷ് സൂനോട്ടിക് ഡിസീസ് ആണ്. ആനിമൽസ് ടു ഹ്യൂമൻ ആണ് ഫസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വളരെ പോസിബിൾ ആണ്. നോ വാക്സിൻ പ്രസന്റ്ലി ഈ വൈറസിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ പ്രിലിംസ് ബേസ്ഡ് ആർട്ടിക്കിൾ മീൻസ് ക്വസ്റ്റ്യൻ ആണ്. നിപ്പ വൈറസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും തന്നെയാണ്. ഇപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഹൗ മെനി ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഹൗ മെനി, അതായത് ഇത് വായിച്ചിട്ട് ഒരെണ്ണം മാത്രം, ഏതെങ്കിലും ഒരെണ്ണം, 1 ആകാം 2 ആകാം 3 ആകാം, ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് കറക്റ്റ്. നിങ്ങൾക്ക് ഓപ്ഷനെ only 1 ചൂസ് ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം, 1ഉം 3ഉം ആകാം, അല്ലെങ്കിൽ 1ഉം 2ഉം ആകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആകാം. ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയെങ്കിൽ only 2. ഇതിനകത്തെ 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്, all 3 ചൂസ് ചെയ്യാം. 3ഉം തെറ്റാണെങ്കിൽ D, none of the above നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഈ ആൻസറിന്റെ ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. താങ്ക് യു. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത 3 ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.